ഹലോ എവരിവൺ, പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായി എടുക്കാതെ കുറച്ചായി. ഞാൻ ഇന്നാണ് എടുത്തത്. അപ്പോൾ എൻ്റെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ ഈ സ്ഥലത്ത് തന്നെ ആയിട്ട്. ഇന്ന് ഞാൻ പുതിയൊരു പുതിയൊരു ഗോളുമായിട്ടാണ് വന്നിട്ടില്ലേ. കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്കത് ഇടാം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ നെതർ പോർട്ടലിൻ്റെ ഉള്ളിൽ ക്രീപ്പർ വന്ന് പൊട്ടിയിട്ട് ഇപ്പോൾ പോർട്ടലിൻ്റെ പ്ലേസ് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഫോട്ടോസ് എല്ലാം കണ്ടുപിടിച്ചെല്ലാം പോയി. ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് ആയിട്ടില്ലേ. അപ്പം നമ്മൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ പോവാണ് ഇന്ന്. ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിട്ട് നമുക്ക് ആകെ ഉണ്ടാക്കാനുള്ളത് ബൂട്ട് മാത്രമാണ്. അപ്പോൾ നമുക്കതിപ്പോൾ ഡയമണ്ടിൻ്റെ ബൂട്ട് ഉണ്ടാക്കാം. ഡയമണ്ടിൻ്റെ ബൂട്ടായി. അങ്ങനെ ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ ട്രേഡ് ചെയ്തിട്ട് വാങ്ങിയാണ്. ഫുൾ ഡയമണ്ട് ആർമർ ഞാൻ ട്രേഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാണ്. അത് നമുക്കിടാം. നമ്മുടെ വേൾഡിലെ ആദ്യത്തെ ഡയമണ്ട് ആർമർ ഫുൾ ഡയമണ്ട് ആർമറിലേക്ക് മാറിയിട്ടുണ്ട്. ഡയമണ്ട് ആർമറിൽ കാണാൻ വേറൊരു ഇതാണല്ലേ, തിളങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ ഡയമണ്ട് ആർമറിൽ ഇടുന്നത്. ബാക്കി നമുക്ക് 3 ഡയമണ്ട് കൂടി ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ പിക്കാക്സെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അത് ആവശ്യം വരും. പിന്നെ ഞാൻ ഡയമണ്ട് കൊണ്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ എൻറ്റാഞ്ച്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പോവാം. ഞാനൊരു ചെറിയ ബിൽഡ് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഷുഗർ കെയിനെല്ലാം എടുക്കാനുണ്ട്. പേപ്പർ ഉണ്ടാക്കണം നമുക്ക് കുറേ. നമുക്ക് എൻചാൻറ്റ്മെൻറ്റ് ടേബിളിൻ്റെ അവിടെ കുറച്ച് ബുക്ക് ഷെൽഫെല്ലാം ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനം കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. ഒരു ക്രീപ്പറും ഒരു സോഡുമാണ് ഉണ്ടാക്കിയത്. ക്രീപ്പർ ഞാൻ ഒരു വാച്ച് ടവർ പോലെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയത്. നമുക്കതിൻ്റെ മുകളിൽ കയറാനും കഴിയും. ഞാനിപ്പോൾ കയറി കാണിക്കുന്നില്ല. ഞാൻ ഹാപ്പി ഗാസ്റ്റിനെല്ലാം പുതിയ അപ്ഡേറ്റിൽ ഹാപ്പി ഗാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കതിന് മുകളിൽ കയറി പറന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പോവാം. അല്ലാതെ ഡയറക്റ്റ് അടിയിൽ കയറാൻ കഴിയും. അതല്ലാതെ നമുക്ക് അതിൻ്റെ മുകളിൽ പറന്നു പോകാൻ കഴിയും. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഷുഗർ കെയിനിലെ വിളവെടുക്കാം. ഷുഗർ കെയിൻ ഇത് എടുക്കാൻ കുറച്ച് പണിയായിരിക്കും. ഇപ്പോൾ ഷുഗർ കെയിൻ എടുക്കാൻ കുറച്ച് പണി തന്നെയാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടേണ്ടി വരും. നമുക്ക് ഓട്ടോമാറ്റിക് ഫാമെല്ലാം ഉണ്ടാക്കണം ഷുഗർ കെയിൻ. നമുക്കത് പിന്നെ അടുത്ത വീഡിയോയിൽ ഞാനത് ചിലപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിപ്പോൾ കുറച്ച് നല്ല പണിയാണ്. ഇതിങ്ങനെ എടുക്കണമെങ്കിൽ ഓരോന്നായിട്ട് കൈ കൊണ്ട് പൊട്ടിക്കാവുന്ന. അത് ഫോൺ ലാഗ് അടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കുറേയാണ് ഇപ്പോൾ ഞാൻ അടിയിൽ നിന്ന് തന്നെ എടുത്തു പോയി. ഇപ്പോൾ അത് ആദ്യം നടണം. എനിക്ക് കുറച്ച് പണിയാവും. ഞാൻ ഫുള്ള് ഈ ഡയമണ്ട് ആർമർ ഫുള്ള് ട്രേഡ് ചെയ്തിട്ട് എടുത്തത്. ട്രേഡർമാരെ ഞാൻ സോംബിയാക്കിയിട്ട് സോംബി ക്യൂർ ചെയ്തിട്ട് എമറാൾഡ് കൊടുത്ത് വാങ്ങിച്ചാണ്. ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമറാൾഡിൽ നിന്ന് ഡയമണ്ട് ആർമറെല്ലാം വാങ്ങിക്കാം. ഓരോ എമറാൾഡിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്ത്. അത് കുറച്ച് പണിയായിരുന്നു. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് കുറേ സമയം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കാത്തത്. അപ്പോൾ ഞാൻ എന്നിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തായിരിക്കും. പിന്നെ അയൺ കുറേ നമുക്ക് കിട്ടാനുള്ളതുകൊണ്ട് അയൺ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഈ അയൺ ഫാമിൻ്റെ അടുത്ത് നിന്നാലേ അയൺ കോളം സ്പോണാവും. അതുകൊണ്ട് നിൽക്കുന്ന സമയം വെറുതെ നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ക്രീപ്പറിനെയും ഒരു സോഡും ഉണ്ടാക്കിയത്. വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണം ഇനി.
ഞാനിത് എവിടെ നോക്കിയിട്ടൊന്നുമല്ല ആക്കിയത്, ഞാൻ എൻ്റെ മൈൻഡിൽ വന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇനി എന്തെങ്കിലും എൻ്റെ മൈൻഡിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഞാൻ എവിടെ നോക്കിയിട്ട് ആക്കുന്നില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതെല്ലാം എടുത്തു. ഇനി പേപ്പർ ഉണ്ടാക്കണം, നമുക്കത് പേപ്പറിലേക്ക് മാറ്റണം. നമുക്കിപ്പോൾ ഒരു 4 സ്റ്റാക്കിൻ്റെ അടുത്ത് 5 സ്റ്റാക്ക് ഉണ്ട്. 5 സ്റ്റാക്ക് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കെല്ലാം പേപ്പറാക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ലെതർ ഉണ്ടാക്കാം. ലെതർ എൻ്റെ കയ്യിലിപ്പോൾ 3 പശുവേ എല്ലാത്തിനും ഞാൻ കൊന്നു ഫുഡിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 3 ഇല്ലു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. നമുക്ക് പേപ്പറാക്കാം. അങ്ങനെ ഞാൻ ബുക്ക് ഷെൽഫെല്ലാം ഉണ്ടാക്കി. ബുക്ക് ഷെൽഫ് ഇതെൻ്റെ എൻചാൻറ്റ്മെൻറ്റ് ടേബിള്. അതിൻ്റെ ചുറ്റും നമുക്ക് ബുക്ക് ഷെൽഫ് വെക്കണം. ഇപ്പം 3 ഇല്ല, ഇനി നമുക്ക് കുറേ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണം. ഇതിൽ ലാപ്പിസും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കിതിൻ്റെ എൻചാൻറ്റ്മെൻറ്റ് ചെയ്യാം നമുക്ക് ഇത്. പക്ഷെ ഒരു 30 ലെവലെങ്കിലും ഉണ്ടാകണം. ഇത് നമുക്ക് എൻചാൻറ്റ്മെൻറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പിന്നെ നെയിമെല്ലാം ഇടാൻ കഴിയുന്ന സാധനം. എൻ്റെ പേരെന്തുണ്ട് മറന്നുപോയി. ഞാൻ ഇതെല്ലാം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പേര് പെട്ടെന്ന് മറന്നു പോകുന്നു. ഇനി നമുക്ക് നമ്മൾ ട്രേഡിങ് ഹാളിൻ്റെ അടുത്തേക്ക് പോകാം. ട്രേഡിങ് ഹാളിൽ വൃത്തിയിലില്ല, ഇപ്പം അങ്ങനെയല്ലോ ഉള്ളത്, വൃത്തിയിലാക്കണത്. ഞാൻ ഇവരെ കയ്യിൽ നിന്നാണ് ഡയമണ്ട് ആർമെല്ലാം ട്രേഡ് ചെയ്തത്. ഒരു എമറാൾഡ് നമുക്കിപ്പോൾ ചെസ്റ്റ് പ്ലേറ്റിലും കിട്ടുന്നുണ്ട് ഡയമണ്ടിൻ്റെ. നൈറ്റായി, നമുക്ക് ഉറങ്ങാം. അപ്പം നമുക്ക് പേപ്പർ നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് കുറേ ലൈബ്രറിയൻ ഉണ്ടാക്കണം. ഇപ്പം ഇല്ല 2 ലൈബ്രറിയന്മാർ ഒന്നിനും കൊള്ളാത്തവരാണ്. നമുക്ക് കുറേ ലൈബ്രറിയന്മാർ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കുറേ ഇതെല്ലാം എൻചാൻറ്റ്മെൻറ്റ് ചെയ്യണം. നമ്മളെ ഡയമണ്ട് ആർമറെല്ലാം എൻചാൻറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, നമ്മളെ ആർമറെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോവും. പൊട്ടാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റി പോകാത്ത രീതിയിൽ, ഡ്യൂറബിലിറ്റി കൂട്ടുന്ന രീതിയിൽ ഞാൻ എൻചാൻറ്റ്മെൻറ്റ് ചെയ്യേണ്ട ബുക്കെല്ലാം ഉണ്ടാക്കണം. അപ്പം നമുക്ക് കുറേ ട്രേഡർമാർ വേണം, ലൈബ്രറിയന്മാർ വേണം. അപ്പം നമുക്ക് കുറേ അത് നമുക്ക് അടുത്ത വീഡിയോയിലാവുന്നില്ല, അടുത്ത വീഡിയോയിൽ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ അതെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെപ്പോലെ തന്നെ നെതർ പോർട്ടലിൻ്റെ പൊസിഷനെല്ലാം മാറി. നമ്മൾ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ വേറെ സ്ഥലത്താണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഫോട്ടോസ് എല്ലാം കണ്ടുപിടിക്കണം, ബാസ്റ്റ്യനും ഫോട്ടോസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇട്ടില്ല ഡയമണ്ട് ആർമർ ഊരി വെക്കുന്നത് വെറുതെ നമ്മളതിൻ്റെ ഡാമേജ് കൊടുക്കണ്ട. ഇതിന് നമുക്ക് എൻചാൻറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിടാം. തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഉള്ള വിരലിൽ വെക്കാം. നമുക്ക് ഈ അയണിൻ്റെ സംഭവം ഇടാം, അയണിൻ്റെ ആർമർ ഇടാം. അയണിൻ്റെ ലെഗിൻസും ഹെൽമെറ്റും ഇല്ലാന്ന് തോന്നുന്നു. ഇത് വേറെ തന്നെ ഉണ്ട്. ഇത് അയണിൻ്റെ അല്ല, ഇത് വേറെയാണ്. ഇത് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പേരെന്തോ ഉണ്ട്, പേര് വായിക്കാൻ കിട്ടുന്നില്ലല്ലോ. അത് വായിക്കാനും വേണ്ട, കാണാൻ രസമുണ്ട്. ഇത് സോംബികളിൽ ഇട്ടിട്ട് വരുന്ന കാണുന്നുണ്ട് ഈ ആർമർ. അപ്പോൾ നമ്മൾ ഈട് നിൽക്കുന്നവന് നമ്മളെ ബിൽഡെല്ലാം കാണാൻ കഴിയുന്നുണ്ട് നല്ല വലുതായിട്ട്. ഇനി നമ്മളവിടെ കുറേ നല്ല വലിയ ബിൽഡിങ് ഉണ്ടാക്കുന്നതായിരിക്കും. അയ്യോ, സോംബി വെള്ളത്തിൽ വീണു. ഞാൻ കുഴിച്ച കൂടി ഞാൻ തന്നെ വീണല്ലോ.
അതൊരു മുട്ട പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സോംബി. നമുക്കതിനെ കൊല്ലാം. ഇത് നെതർ പോർട്ടൽ വഴി വന്ന സോംബി നമ്മളെ അയൺ ആർമറെല്ലാം ഇട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടയിലല്ലേ. താങ്ക് യു.